ഷോപ്പിംഗ് ആണോ? ഷോപ്പിംഗ് അല്ല മിസ്സേ, നീറ്റിങ് അടുത്തില്ലേ, അപ്പൊ നീറ്റിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാ. ഞങ്ങൾ പലയിടത്തും നോക്കി മിസ്സേ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. മിസ്സേ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഷുവർ. ദേ ഇവർക്കുള്ള ഈ കൺഫ്യൂഷൻ നീറ്റ് പരീക്ഷ എഴുതുന്ന 25 ലക്ഷം വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ 2024 ഡ്രസ് കോഡിന്റെ സർക്കുലർ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇടേണ്ടത്, എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളത് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാ, നമുക്ക് ഇവർക്കും കൂടി പറഞ്ഞു കൊടുക്കാം. ഇത് ഹാഫ് സ്ലീവ് അല്ലേ, അപ്പൊ ഇത് പറ്റുമായിരിക്കോ? ഇത് ഹാഫ് സ്ലീവ് ആണ് മോനെ, പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള നമ്മൾ ഹെവി ഡ്രസ്സ് പാടില്ല എന്നാണ് പറയുന്നത്. ഹെവി ഡ്രസ്സ് പാടില്ല എന്ന് പറയുമ്പോൾ നോക്കൂ, ദേ ഇതുപോലുള്ള ഫ്ലെയർ വരുന്നത്, ഒത്തിരി പ്ലീറ്റ്സ് വരുന്ന ഡ്രസ്സ്, ദേ ഇങ്ങനെ കെട്ട് വരുന്നത്, ഒത്തിരി വർക്ക് വരുന്നത്, അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന കുർത്തീസോ ചുരിദാറോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഈ ഡ്രസ്സ് സിമ്പിൾ അല്ലേ, ഇത് ഇടാൻ പറ്റുമോ? ഇത് സിമ്പിളാണ്. ഈ ചുരിദാർക്ക് നമുക്ക് ഇടാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ മോനെ, അതെ കണ്ടോ, ഫുൾ സ്ലീവ്സാണ്. നമുക്ക് ആക്ച്വലി നീറ്റിന് ഫുൾ സ്ലീവ്സ് ഇടാൻ പാടില്ല. ദേ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, നിങ്ങൾ ഫുൾ സ്ലീവ്സ് അലൗഡ് അല്ല. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പർദ്ദ പോലുള്ള അങ്ങനെ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ റിപ്പോർട്ടിംഗ് ടൈമിന് 1 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എത്തിയിരിക്കണം. സ്ലീവ് കുഴപ്പമില്ലടാ. ഇതേ നോക്കൂ, സ്ലീവ് നമുക്ക് മുട്ടിന് മുകളിലുള്ള സ്ലീവ് നമുക്ക് ഉപയോഗിക്കാം, അതുകൊണ്ട് നമുക്കിത് കുഴപ്പമില്ല. പക്ഷേ ഇത് കണ്ടോ, ഏറ്റവും സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ പ്രിഫർ ചെയ്യും. നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് കരുതുന്നത്. പക്ഷേ ഇത് കണ്ടോ, ഒരു മെറ്റൽ ഇതിനകത്തുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെവി മെറ്റൽ ഡിറ്റക്ടർ സിസ്റ്റത്തിലൂടെയാണ് പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ഒരു തരത്തിലുള്ള മെറ്റലുകളും അലൗഡ് അല്ല. ഇപ്പോൾ മെറ്റൽ ബട്ടൺ ആയാലും നമ്മുടെ സിബിലുള്ള ബട്ടൺ ആയാലും, അതിനേക്കാൾ ഉപരി പെൺകുട്ടികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നർ വെയേഴ്സിൽ വരുന്ന മെറ്റൽ ബട്ടണുകൾ, മെറ്റൽ ഉള്ള ഇന്നർ വെയേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ തരത്തിലും മെറ്റൽ ഉള്ള സാധനങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇതേടാ, ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ആക്ച്വലി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രിൻ്റൊക്കെ തോന്നുമെങ്കിലും ചെറിയ ചെറിയ പ്രിൻ്റുകളോ പൂക്കളോ നമുക്കുള്ള ഡ്രസ്സ് ഒന്നും തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓക്കെയാണ്. പക്ഷേ ഇത് കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ പാൻസ് കണ്ടോ, ഇത് കുറച്ച് ഫ്ലെയർ ബോട്ടമാണ്. ഇത്രയും ഫ്ലെയർ ഉള്ള അല്ലെങ്കിൽ പലാസോ പോലുള്ള ടൈപ്പായിട്ടുള്ള പാൻറ്റുകളൊന്നും തന്നെ നമുക്ക് പരീക്ഷാ ഹാളിൽ പറ്റില്ല. ഇതേ നോക്കിയേ, ഇത് കണ്ടോ, ഇത് കറക്റ്റ് പക്കയാണ്. കാരണം ഇതിൽ ഇച്ചിരി ചെറിയ വർക്കൊക്കെ ഉണ്ടെങ്കിലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചെറിയൊരു മിറർ വർക്കൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമില്ല. ഇതിൻ്റെ പാൻറ് കണ്ടോ, സാധാരണ നമ്മൾ ചുരിദാറിനൊക്കെ ഉപയോഗിക്കുന്ന പാൻസ് തന്നെയാണ്. ഇത് നമുക്ക് പരീക്ഷാ ഹാളിൽ ഇടുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ പാൻസ് മാത്രമല്ല, ലെഗിൻസോ ജഗിൻസോ അല്ലെങ്കിൽ ജീൻസ് പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിനകത്ത് മെറ്റൽ സിബ് പാടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ടിപ്പിക്കലി ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന, ടിപ്പിക്കലി നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഒരു ചുരിദാർ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചുരിദാർ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും കാണും. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു എക്സ്ട്രാ ഷോപ്പിംഗ് തന്നെ നടത്തണമെന്നില്ല. ഈ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ, നോക്കാം. ഇത് കണ്ടോട്ടോ, കണ്ടോ മോനെ, ഇത് കണ്ടോ, ഇത് ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വിടുക കേട്ടോ. നിങ്ങൾ സർക്കുലർ വായിക്കുമ്പോൾ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് ആർ നോട്ട് അലൗഡ് എന്ന് പറയുന്നുണ്ട്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, എഴുത്തുകൾ. എന്തെങ്കിലും ടീഷർട്ടിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷർട്ടിലോ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഉപയോഗിക്കുന്ന കുർത്തീസിലായാലും ഇതുപോലുള്ള ടെക്സ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷാ ഹാളിൽ കയറ്റില്ല. എന്ന് പറഞ്ഞ് എഴുത്തുകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ടെക്സ്റ്റൊന്നും ഇല്ലാത്ത ചെറിയ പ്രിൻ്റുകളുള്ളതോ പൂകളുള്ളതോ ആയിട്ടുള്ള ഷർട്ടുകളോ ടീഷർട്ടുകളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. ഫുൾ സ്ലീവ് പാടില്ല എന്നേ ഉള്ളൂ. ഇതാണ് ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ്. ഓക്കെ അല്ലേ? ഹെവി ക്ലോത്ത്സ് ആർ നോട്ട് അലൗഡ്. അതെ, ഹെവി ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ അതെ ഇത് കണ്ടോടാ,
ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് ഹെവി ആയിട്ട് തോന്നില്ലേ? ദേ ഇതുപോലെ ഹെവി ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രിന്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ദേ ഇത് കണ്ടോ, ഇങ്ങനെ കെട്ടുന്ന സാധനങ്ങൾ, ഒത്തിരി പ്ലീറ്റ്സ് വരുന്നവ, ഫ്രിൽസ് വരുന്നവ, അതുപോലെ തന്നെ ഫ്ലെയർ വരുന്നവ, അങ്ങനെയുള്ള സാധനങ്ങളാണ് നോർമലി നമ്മൾ ഹെവി ക്ലോത്ത്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നത്. അതല്ലാതെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ടീഷർട്ട്സോ ഷർട്ട്സോ കുർത്തീസോ ചുരിദാറോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഇടാം. ദേ 2024 നീറ്റിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഡ്രസ് കോഡിനെ കുറിച്ച് എന്തൊക്കെ ആകുലതകളുണ്ടോ അതെല്ലാം മാറ്റിവെക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ധരിച്ച് പരീക്ഷയ്ക്ക് പോകാം എന്ന് പറഞ്ഞു തന്നത്. അതിനുവേണ്ടി നിങ്ങൾ പാനിക്കാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു ദിവസം റഷ് ചെയ്ത് ഞാൻ എന്തിടണം എന്ന് തലേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഈ ഡ്രസ് കോഡുമായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ എ ഷോപ്പിംഗ്. അതല്ലാതെ നിങ്ങൾ അതിനുവേണ്ടി പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഡ്രസ് കോഡും ബാക്കിയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ പഠിത്തത്തിലും കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മുടെ ഡ്രസ്സൊക്കെ ശരിയായി. ഇനിയിപ്പം ചെരുപ്പ് എങ്ങനത്തെയാണ്? ചെരുപ്പിന് ഒരു പാറ്റേൺ ഉണ്ട് മോനെ. അതായത് കണ്ടോ, ഇതുപോലത്തെ ഷൂസ് ഒന്നും ഇടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഷോപ്പ് ഉണ്ട്. അതേ നോക്കടാ, ഫുഡ് ബേ ഉണ്ട്. ഇവിടെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറുമല്ലോ, ഏതൊക്കെ ചെരുപ്പ് എങ്ങനെയാണെന്ന്. ശരിക്കും സർക്കുലറിൽ ഒരു കാര്യം പറയുന്നുണ്ട് അവർ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോടാ, ഇതുപോലത്തെ ഒരു ടൈപ്പ് ഷൂസും എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. അതായത് നിങ്ങൾക്ക് കൂടെ കേട്ടോ, ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അടയുന്ന ഷൂസോ ഹാഫ് ഷൂസ് ആയാലും ഓപ്പൺ ഷൂസ് ആയാലും ഇതൊന്നും തന്നെ നീറ്റ് എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. ഷൂസ് പറ്റില്ലല്ലോ, അപ്പോൾ ഇതുപോലെ കെട്ടുള്ളതൊക്കെ പറ്റുമോ? കെട്ട് പറ്റും മോനെ, കെട്ടിനൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇത് കണ്ടോ, ഹീൽസ് പാടില്ല. ഹീല് ഏറ്റവും ലോ ഹീൽസേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ കെട്ടും സ്ട്രാപ്പും ഒന്നും പ്രശ്നമില്ല. നമ്മുടെ കാല് കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആകുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ അവോയ്ഡ് ചെയ്യുക. അല്ലാത്ത സാധാരണഗതിയിലുള്ള ഇതുപോലത്തെ ചെരുപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാം. അതേ മോനെ, ഇത് കണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ സാൻഡൽസും ചപ്പൽസും നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം. ഇതിലുള്ള ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയേണ്ടത് ഇത് കണ്ടോ, ഇതിൽ കുറേ ലെറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ സാൻഡൽ ആണെങ്കിൽ കൂടി ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് ഒക്കെ വരുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അല്ലാതെ വരുന്ന ഇങ്ങനത്തെ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സാൻഡൽ ടൈപ്പ് വേറെ വർക്കൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം കണ്ടോ, ഇത് ഭയങ്കര ഹീലാണ്. ഹൈ ഹീൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ അപ്പോൾ നിങ്ങളുടെ ചെരുപ്പ്, ഡ്രസ്സ്, അതിൻ്റെയൊക്കെ ഡൗട്ട്സ് മാറിയല്ലോ അല്ലേ? ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ടല്ലോ നീറ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ലാത്തത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇത് തന്നെ ഒരു ഗോൾഡ് ചെയിനാണ്. ഇതുപോലുള്ള ചെയിൻ അലൗഡ് അല്ല. കാരണം ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഒരു ഹെവി മെറ്റൽ ഡിറ്റക്ടർ വഴിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു ഡിറ്റക്ടറൊക്കെ വെച്ച് നിങ്ങൾ നോക്കിയിട്ടായിരിക്കും വിടുന്നത്. സോ ഇതുപോലുള്ള ഗോൾഡ് ചെയിൻ ഇടാൻ പാടില്ല. ഗോൾഡ് ഇയർ റിങ്സ് ഇടാൻ പാടില്ല. അതേ മോതിരം ഉണ്ടോ കയ്യിൽ? മോതിരം ഇല്ല. അപ്പോൾ അതേ ഇയാൾ മോതിരം ഉണ്ട്, അപ്പോൾ മോതിരം ഇടാൻ പാടില്ല. വാച്ച് ഇടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഓർണമെന്റ്സ് ഇടാൻ പാടില്ല. ഇനി അടുത്ത കാര്യം കണ്ടോ, ഇപ്പോൾ ഇതുപോലൊരു ചരടുണ്ട്. ചില ആൾക്കാർ ഈ ചരടിൽ തന്നെ തകിട് കെട്ടുന്നവരുണ്ടാവാം. അങ്ങനെ തകിട് കെട്ടിയാലും മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു പോകുമ്പോൾ തകിട് ചിലപ്പോൾ സൗണ്ട് അടിക്കും. പിന്നെ വേറെയും ഒരു കാര്യം കേട്ടോ, ആ സമയത്ത് തകിട് അവർ കട്ട് ചെയ്ത് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങളും കുറച്ചൊന്ന് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തകിടൊക്കെ മുറിച്ച് മാറ്റുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ആ തകിട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഊരി മാറ്റിയിട്ട് വേണം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. ഇത് പിന്നെ മോനെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഹെയർ ക്ലിപ്സ്. ഇതിപ്പോൾ ഇവർ രണ്ടുപേരും സേഫാണ്. കാരണം ഒരാൾ ബണ്ണാണ് ഇട്ടിരിക്കുന്നത്, പ്ലാസ്റ്റിക് ആണ്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നല്ല മെറ്റലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ അവിടെ വെച്ച് നമ്മളത് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ വേറെയും ഒരു കാര്യം കേട്ടോ, നമ്മളിപ്പോൾ ഓർണമെന്റ്സ് ഇട്ടാലും നമ്മുടെ ക്ലിപ്സ് ഇട്ടാലും തകിടിട്ടാലും ഒക്കെ അവരിത് അഴിച്ചു മാറ്റാൻ പറയുമ്പോൾ ഈ അഴിച്ചു മാറ്റുന്ന സാധനങ്ങൾ വെക്കാനായിട്ടൊരു സൗകര്യം എക്സാമിനേഷൻ ഹാളിൻ്റെ വെളിയിലില്ല. അങ്ങനൊരു സൗകര്യം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ വീട്ടിൽ വെച്ചതിന് ശേഷം മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് പോകാവൂ. അപ്പോൾ ആ സമയത്ത്
എക്സാം ഹാളിൽ എത്തുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു ടെൻഷനും ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഹാളിലേക്ക് കടക്കാം. നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ മാറിയോ? ഇപ്പൊ രണ്ടുപേരും ഓക്കെ ആയി. നമുക്ക് പോയാലോ? കുറച്ച് സമയമായില്ലേ, പോവാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.